അങ്ങനെ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ള ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ ഇട്ട് പോയിട്ടോ പാത്രത്തിൽ. അപ്പോൾ ബട്ടർ ഇട്ട സ്ഥിതിക്ക് ഇനി ഏതായാലും നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളുടെ എഗ് ബുർജിയുടെ ആ ഒരു സ്റ്റൈലിലേക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊരു മുക്കിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ബട്ടർ ഇടാം. അതുപോരാ, ഒരു കഷ്ണം കൂടി ഇടണം. അതുകൂടി ഇട്ടിട്ട് ഇത് തക്കാളി, ക്യാരറ്റ്, സവാളയാണ് കേട്ടോ. അത് ചെറുതാക്കി എരിഞ്ഞതാണ്. അത് അതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊരു കരിഞ്ഞു മുരിഞ്ഞ ടൈപ്പിലാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബട്ടർ അധികം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് കേട്ടോ. അത് വേവിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ വേറെ എന്തെങ്കിലും മറ്റുള്ള അരികൾക്കൊക്കെ ഉള്ള പേര് ഇതിനുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഔദ്യോഗികമായിട്ട് ഇതിന് റേഷൻ കടയിലെ അരി എന്ന് പറഞ്ഞിട്ട് ആ പേര് മാത്രമേ എനിക്കും അറിയുള്ളൂ കേട്ടോ. എന്നിട്ട് അതുകൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പക്രുവിൻ്റെ ലഞ്ച് ബോക്സിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിത് പാത്രത്തിലേക്ക് ആക്കാം. പാത്രത്തിലാക്കുമ്പോൾ ചൂടുണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ്. ഞാൻ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ ഫുഡാക്കിയിട്ട് ഇതൊക്കെ മാറ്റാം. ഇനി ഫ്രൈഡ് റൈസിക്ക് ഒട്ടും മാച്ചല്ല അച്ചാറെങ്കിലും ഞാൻ അതുകൂടി ഇഷ്ടമുള്ളതുകൊണ്ട് വെച്ച് കൊടുക്കണ്ടേ.